കൈസ് അനിയന്നിട്ട് എന്താ തെറ്റിയിരിച്ചു വന്നില്ല, വോയിസ് അയക്കാൻ വന്നില്ല. പിന്നെ അതുകൊണ്ട് ഞാൻ തന്നെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഗിവ് അവേ എന്ന് പറഞ്ഞതില്ലേ, അത് വേറെ കൂടായിപ്പാ, അത് ഞാൻ പിറ്റേപ്പിച്ചൊന്നും പറയത്തില്ല, ചുമ്മാ രസം. ഇപ്പോൾ MRFൻ്റെ അടുത്തെത്തി, ഇവിടെ നിന്നല്ല. അപ്പോൾ സോഡ വാങ്ങിക്കാൻ പോയാൽ ഞങ്ങൾ വേറെ ഞങ്ങളുടെ കടയിലോട്ട് പോയി പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. ഇപ്പോൾ ഈ വഴി പോകുമ്പോൾ ഞാൻ ക്യാമറയൊക്കെ തിരിച്ച് കണ്ടു, അവിടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മതി. ഇനി ഫ്രണ്ട് വ്യൂ കാണാം. ഇതേ പോകുന്നു ടിപ്പർ. നമുക്ക് പോവാം. പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെയായിരുന്നു നമ്മൾ സോഡ വാങ്ങിക്കാൻ വന്നേ. രണ്ടാമത് പോയി അത് കാണാം. അപ്പോൾ നമ്മൾ പോകുന്നു, അവിടെ സോഡ വാങ്ങിക്കണ്ടേ. നമ്മൾ പോകുന്ന വഴി പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മൾ ഒരു മിനിറ്റ്. ഓക്കെ, നമ്മൾ വന്നിരിക്കുന്നു. നമ്മൾ പോകുന്ന വഴി ഇതൊരു സ്കൂട്ടർ ചേട്ടൻ വന്നു. ചേട്ടൻ പോണ്, ചേട്ടൻ പൊക്കട്ടെ. പിന്നെയും ബാക്ക് വ്യൂ ഇട്ടു. ബാക്ക് വ്യൂ അവിടെ കുറേ വേസ്റ്റ് ഒക്കെ എടുക്കുന്നുണ്ട്, വേസ്റ്റ്. അപ്പോൾ അത് നമ്മൾ അവിടെ എന്തൊരു കുടേൻ്റെ എന്തോ പരസ്യം ഇങ്ങനെ ലാഗടിക്കുന്ന പോലെ. നമ്മൾ കടേൻ്റെ അടുത്തെത്താറായി. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴി ഞാൻ ക്യാമറ നിലത്തിൽ നോക്കി. നല്ല പറയണേ, ക്യാമറ നിലത്ത് വീഴണ്ടായിരുന്നു. ഞാൻ കൈ ഇങ്ങനെ ഒറ്റ കൈ ഇങ്ങനെ ക്യാമറ അടിച്ചിരുന്നു. ഞാൻ ക്യാമറ വീഴൂലേ. ഇത് കുറേ വണ്ടിയൊക്കെ പോകുന്നുണ്ട്, കോപ്പിറൈറ്റ് കിട്ടാണ്ടിരുന്നാൽ മതി. പോണ വഴി ലാസ്റ്റത്തേക്ക് മൂമെൻ്റൊക്കെ നിങ്ങൾ കാണണം. ഇപ്പോൾ ഒരാളെ കാണും, ഞാനാണ്. ഞാൻ എൻ്റെ മുടി കണ്ടിട്ട് ആരും ഒന്നും തെറ്റായിരിക്കരുത്, അങ്ങനെയായി പോയി. അതാ സുഹൃത്തുക്കളെ, നമ്മൾ എൻ്റെ കഞ്ഞിക്കടയിലെത്തിയിരിക്കുന്നു. കഞ്ഞിയുണ്ട്, കുറേ സ്ഥലങ്ങളൊക്കെ കിട്ടും. നമ്മൾ ഇവിടെ വരിക, ഇവിടെ നിന്ന് ഇറങ്ങി കടയിലോട്ട് ചെന്ന് കയറുവാണ്. ചാച്ചൻ, ഞാൻ റെക്കോർഡിങ് അതാണ്. നമ്മൾ പിന്നെ എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. ഇവിടെ നിന്ന് മാത്രം ഭക്ഷണം കഴിക്കുക, ചൂണ്ടീൻ്റെ അടുത്തുള്ള സ്ഥലം. അപ്പോൾ നമ്മൾ പോകാൻ പോകണം. നമുക്ക് പോകണമെന്ന് പറഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് പോണേ. അത് ഞാൻ കട്ട് ചെയ്ത് പൗസ് ചെയ്ത് കളഞ്ഞ്. അതുകൊണ്ട് നമ്മൾ നേരെ പോകാമെന്നായിരിക്കും ഞാൻ പറയത്തുള്ളൂ, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഗൈസ്, എൻ്റെ ക്യാമറ കാണിച്ച് ഇവിടെ പെയിൻ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ പോണ വഴിയാണ്. സ്കൂട്ടറിൽ കയറി പൊയ്ക്കൊണ്ടിരിക്കുന്നു. സ്കൂട്ടറിൽ കയറി ഗൈസ്. നമുക്കിനിയും എന്താ പറയുക, പോകണം. വണ്ടി വരണമെങ്കിൽ വളയ്ക്കാൻ പറ്റില്ല. മറ്റേ ഇത് ഇവിടെയെന്ന് വെച്ചാൽ ചൂണ്ടിയിലിട്ട് പോണ വഴി ഉള്ളതാണ്. എന്നിട്ടൊരു കറണ്ടിൻ്റെ സ്ഥലത്തില്ല, KCBൻ്റെ എന്തോ അവിടെയാണ്. ഇപ്പോൾ ഒരാളെ കാണും, ഞാൻ തന്നെ. ഇങ്ങനെ ഞാൻ ഇപ്പം എന്നെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ഗൈസ് പോണോ? നമ്മൾ പുറകോട്ടൊക്കെ നോക്കുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. വെയിലായതുകൊണ്ട് മൊത്തം വാടിക്കരിഞ്ഞു പോയി ഗൈസ്. നമ്മൾ പോകണം. തിരിച്ച് ക്യാമറ തിരിച്ചാക്കിയിട്ട് ഗൈസ്, ഇനി ട്രാവലിങ്ങിൻ്റെ വീഡിയോസൊക്കെ വരും. ഞങ്ങൾ ഈ ഇടയ്ക്ക് ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ വെക്കേഷനിൽ ട്രാവലിംഗ് വീഡിയോസ് ഉണ്ടാവുക. ഇത് ചെറി ഗ്ലോസം പോലത്തെ പൂക്കൾ. അപ്പം ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്കെന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ. ഞാൻ എല്ലാം കൂടെ മ്യൂട്ട് ചെയ്തിട്ടു. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കുക, പ്ലാസ്റ്റിക് റോട്ടിലിടരുത്. അതാണ് ഞാൻ ഇപ്പോൾ പറയണേ, മനസ്സിലായി. അത് പിന്നെ ഒരു ടിപ്പർ റോഡ് വളച്ച ടിപ്പറാന്ന് തോന്നണേ. ഇനി നമ്മൾ റോഡ് ക്രോസ് ചെയ്യുന്ന രംഗമാണ് കാണാൻ പോണേ. ആദ്യം വണ്ടി സൈഡിൽ പാർക്ക് ചെയ്യുക. വണ്ടി സൈഡിൽ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങുന്നു ഗായ്സ്. ഇറങ്ങി കഴിഞ്ഞ് ഇനി നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ പോവാം. വണ്ടി വരണ്ടെന്നൊക്കെ നോക്കണം. അത് കഴിഞ്ഞ് നമ്മൾ റോഡ് ക്രോസ് ചെയ്യണം. റോഡ് ക്രോസ് ചെയ്യുന്ന വഴി ഓടിക്കുക എന്നൊക്കെ പറഞ്ഞ് ഓടുന്നു. ഇനി നമ്മൾ ക്യാമറ തിരിക്കുമായിരിക്കും, നോക്കിയിരുന്നാൽ കാണാം, ഇല്ലെങ്കിൽ കാണൂല. ഓക്കെ, നമ്മൾ പോണ വഴി പൊയ്ക്കൊണ്ടിരിക്കുന്നു. നമ്മളിത് കുറേ കടയൊക്കെ ഉണ്ട്, കടയിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയോ പറഞ്ഞിട്ട് നമ്മൾ പോകുന്നു. സോഡേൻ്റെ കാര്യം എന്തോ ആണ്. ഓക്കെ, ക്യാമറ തിരിച്ചു. അയ്യോ ഗായ്സ്,
സോഡ വാങ്ങിച്ച രംഗം കിട്ടിയില്ല. അപ്പം നമ്മൾ സോഡ സോഡ വാങ്ങിച്ചത് കിട്ടിയില്ല, ബാക്കിയുള്ളതൊക്കെ കിട്ടി ഭാഗ്യത്തിന്. അതുകൊണ്ട് നാരങ്ങ ഉണ്ടാക്കിയിട്ട് വെച്ചു, ഇവിടെ വെച്ചിട്ടുണ്ട്. നാരങ്ങയല്ല, നാരങ്ങ വെള്ളം ഉണ്ടാക്കി തണുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരാളെടുത്ത് കുടിക്കും, ടേസ്റ്റ് ആയില്ല എന്ന് പറയും. അപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ടെസ്റ്റ് ചെയ്യണമല്ലോ, ഞാൻ എടുത്ത് കുടിക്കും. ഇങ്ങനെ തട്ടിക്കൂട്ട് സെറ്റപ്പാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. പോവാം. സോഡ എടുത്തിട്ട് നമ്മൾ വെച്ച് പിടിക്കുക. സോഡ പോവുകയാണ് കായ്സ്, നമ്മൾ പോവുകയാണ് കായ്സ്. ഇവിടെ കുറേ വാഴേൻ്റെ തോട്ടമൊക്കെ ഉണ്ട്, പക്ഷെ തോട്ടമല്ല, വാഴ 2-3 കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ, എൻ്റെ കസിനായതുകൊണ്ട് പറയില്ല, വീഡിയോ എടുക്കാൻ ഒട്ടും അറിയത്തില്ല. കറക്റ്റ് നിലത്ത് നോക്കി വെച്ചേക്കൊണ്ട് പോയി ഞാൻ നിലത്തോട്ടിട്ട് വീഡിയോ മൊബൈൽ. എനിക്ക് പനി പിടിച്ചു ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ പോണ വഴി എന്നല്ല, നമ്മൾ റെക്കോർഡിംഗ് ആയിരിക്കും. ആദ്യം നമുക്ക് വേണ്ടത് സോഡ ഒഴിക്കണം. സ്പൂൺ അവന് കൊടുത്തേക്കാം, ക്യാമറ പിടിച്ചോ. ഓക്കെ, നാരങ്ങ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ അടുത്ത നാരങ്ങ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനിയാണ് ഗൈസ് പെടാപ്പാട്, സോഡ തുറക്കാൻ പോവുക. സോഡ നമ്മൾ മാസം കുറച്ച് തുറക്കാൻ നിന്നാ തുറക്കാനും പറ്റില്ല. അതുകൊണ്ട് തുറക്കാൻ ഭയങ്കര പാടാണ് ഗൈസ്. കണ്ടോ, ഇത് കുറേ തേങ്ങയൊക്കെ കിടക്കുന്നുണ്ട്. നമുക്ക് തുറക്കാൻ പറ്റാത്തതുകൊണ്ട് ക്യാമറമാൻ മാറ്റി കൊടുക്കുക. ക്യാമറമാൻ പിടിക്കണില്ല ചാച്ചി. ഓക്കെ, ക്യാമറമാൻ പിടിച്ച്. ക്യാമറാമാൻ കിടന്ന് തിരിക്കുന്നുണ്ട്, നടക്കണില്ല. ഇപ്പോൾ ഞാൻ തെങ്ങ് കാണിച്ചു തരാം. അതാണ് തെങ്ങ്, മനസ്സിലായില്ലേ? അയ്യോ ഗൈസ്, ക്യാമറയ്ക്ക് വെട്ടം കൂടിപ്പോയി. കുറച്ച് നേരം കണ്ണു മഞ്ഞളിച്ച് പോവും, കാരണം കളറ് മാറിപ്പോയി. എൻ്റെ കസിൻ പറഞ്ഞില്ല, അതുകൊണ്ട് തീർന്നു. റെഡിയായില്ല. ഓക്കെ, ഇപ്പോൾ റെഡിയായി. ബ്രൈറ്റ്നേഷൻ കൂടിപ്പോയതാണ്. അമൃത അധികമായാലും വിഷമായിരുന്നത് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഏകദേശം തുറന്നിട്ടുണ്ട്. ഇതിന് ഈ തെങ്ങും കാടും കാണിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. വെറും പൊട്ടനാ വീഡിയോ എടുക്കണേ. അല്ല, ഇടയ്ക്കിടയ്ക്ക് ഞാനും എടുക്കണ്ട. അപ്പം ഞാൻ പൊട്ടനല്ല. കണ്ടോ, ബബിൾസൊക്കെ കാണിക്കുന്നുണ്ടോ? നോക്കുമ്പോൾ മൊത്തം ആ ചവറ് കാണിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, ഇതെൻ്റെ അച്ഛൻ്റെ വീടാണ്. അച്ഛൻ്റെ വീട്. അതെ, എൻ്റെ അച്ഛൻ്റെ വീടാണ്. ഉറുമ്പ് കാണിക്കണം. ഭാഗ്യത്തിന് അവിടെ ഉറുമ്പൊന്നുമില്ല. മ്യൂട്ട് ചെയ്തിട്ട് പറയണോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. തുറന്നു ഗൈസ്. ഇവൻ ഈ വാഴയ്ക്ക് ആരെങ്കിലും കൈവശം കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഏത് സമയം നോക്കിയാൽ നിലത്ത് കൊണ്ടേ ക്യാമറ കാണിക്കും. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ചെടുത്ത് കുടിച്ച് ഗൈസ്. ഇനി ക്യാമറമാനെ കുടിക്കാൻ ടെസ്റ്റ് ചെയ്യുക. ക്യാമറമാന് ഇതിൻ്റെ രുചിയൊന്നും അറിയത്തില്ല, അതുകൊണ്ട് ഇങ്ങനെ പിടിച്ച് കിടക്കും. അതുകൊണ്ട് ഗൈസ് നമ്മൾ അതുപോലെ ഒഴിക്കണം സോഡ. കുറേ മണ്ടത്തരമൊക്കെ പറ്റിപ്പോയി. ലാൻഡറൊക്കെ ഉണ്ട് അവിടെ. ഇവനിത് മാത്രമേ കാണിക്കാൻ അറിയത്തുള്ളൂ. കുറേ സീൻസിൽ ഇത് മാത്രമേ കാണിക്കുള്ളൂ. ഞാൻ പറയുമ്പോഴവൻ അവൻ തല എൻ്റെ നേരെ നോക്കി വെച്ചിട്ട് ക്യാമറ താഴെ വെച്ച് നോക്കിയിരിക്കും. അവനിങ്ങനെ മര്യാദയ്ക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കാൻ അറിയത്തില്ല. പൊട്ടൻ തന്നെ. അവനെ കളിയാക്കി പറയണില്ല ഗൈസ്, ഉള്ളത് തന്നെ പറഞ്ഞാണ്. ഓക്കെ, ഞാൻ കുടിച്ച് കാണിക്കാം. ഇപ്പം ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. തെങ്ങ. ഓക്കെ, കുടിച്ചുകൊണ്ടിരിക്കുന്ന ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ക്യാമറമാൻ ഞാൻ അപ്പോൾ കൊടുക്കുമെന്ന് വിചാരിക്കും. നെവർ കൊടുക്കുന്നില്ല. ഗൈസ്, അവൻ ക്യാമറ പിടിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മൾ കുടിച്ചോണ്ടിരിക്കുന്നു ഗൈസ്. ഇതൊരു ഉടായിപ്പ വീഡിയോ ആയിരിക്കും. കാരണം ഇത് ഞാൻ അപ്ലോഡൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പിന്നെ എനിക്കൊരു സംശയം, നിങ്ങൾ കാണുന്നവർ ലൈക്ക് ചെയ്യണ പോലും ഇല്ല.
പക്ഷെ ഗൈസ് അവൻ എൻ്റെ തലയിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. അതുകൊണ്ട് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഗൈസ് ഞാൻ അവന് കൊടുത്തു ലേശം. അവൻ എന്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ക്ലോസപ്പ് അകത്തുനിന്ന് കാണിച്ച് അതാണ് പുറത്തുനിന്ന്. അപ്പോൾ ഗൈസ് നമ്മൾ സോഡ നാരങ്ങ അതിലോട്ട് ഒഴിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടേ സോഡ ഒഴിക്കണം. അതല്ല ഗൈസ്, നാരങ്ങ വെള്ളം മൊത്തം അതിലോട്ട് ഒഴിച്ചിട്ട് ഞാൻ വെച്ചു. അപ്പോൾ സോഡ ഒഴിക്കാനുണ്ടായില്ല. അതാണ് ഞാൻ തിരിച്ച് ഒഴിച്ച് വെച്ചത്. എപ്പൊടി ഈ സോഡ എന്തിനാണെന്നറിയോ? അവൻ പറയുന്നുണ്ട് നല്ല സീൻ വ്യൂ ആണ്, സീൻ വ്യൂ ആണ്. അവിടെ ക്യാമറ എടുത്തുകൊണ്ടുപോയി. ഞാൻ ഇപ്പോൾ കാണും സീൻ വ്യൂ ആണോ. സീൻ വ്യൂ അല്ലെങ്കിൽ അടുത്തോട്ടം വരുമ്പോൾ അവൻ്റെ മണ്ട അടിച്ച് കൂട്ടിക്കണം. ഓ സീൻ വ്യൂ ആണ്, കുഴപ്പമില്ല. എന്നെ അതിൻ്റെ ഇടയിൽ ഇളക്കാനൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പതപ്പിച്ചെടുത്ത് അല്ല പതയൊക്കെ ഫ്രണ്ടിൽ വന്നു. ഇനിയിപ്പോൾ എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ പതയെടുത്ത് ഞാൻ കഴിക്കും. ഇടയ്ക്കിടയ്ക്ക് പതയെടുത്ത് കഴിക്കാറുണ്ട്. സുഖം ചെമ്പരസം ഇത് നിന്നെങ്ങാനും തീരെ റെക്കോർഡ് ചെയ്ത്. അപ്പം നമ്മൾ കുടിച്ചു. ഒറ്റ വലിക്ക് കുടിച്ച് തീർക്കാൻ പറ്റില്ല. ഈ നേരം നമ്മൾ ക്യാമറാമാനും കൊടുത്തു. ക്യാമറാമാൻ കുടിച്ചു. പൊളി സാധനം. കാരണം അങ്ങനെ പറയാൻ ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. എല്ലാവരും ഞാൻ കല്ലെടുത്ത് ഓങ്ങി പിടിച്ച് വെക്കുക, പറഞ്ഞില്ലെങ്കിൽ എറിഞ്ഞ് കയറ്റുമെന്നും പറഞ്ഞ്. അതുകൊണ്ട് പൊളി സാധനം എന്ന് പറഞ്ഞത്. ഇപ്പോൾ അടുത്ത ക്ലാസ്സും കൂടെ ഉണ്ടാക്കുവാണ്. അപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വഴി നമ്മൾ നോക്കുന്നു. സോഡ എടുത്ത് മാറ്റി വെച്ചു. ഈ വോയിസ് എങ്ങനെയാണ് അപ്പോൾ നമ്മൾ പൊക്കൊണ്ടിരിക്കുന്ന വഴി പൊക്കൊണ്ടിരിക്കുന്ന സോഡ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വോയിസ് വേണം. അപ്പോൾ ഈ അതിൽ ഫസ്റ്റ് 1 1 2 3 4 5 6 ആ നമ്പറിലായിരിക്കും വരാൻ പോണേ. നമ്മൾ സോഡയിൽ പതപ്പിച്ച് സൂം ചെയ്ത് കാണിച്ചു. അങ്ങനെ സൂം മാറ്റാം പറഞ്ഞപ്പോൾ സൂം മാറ്റി അടുത്ത വോയിസ് കാണിച്ചു തരാം. ഇതാണ് വേറെ വോയിസ്. ഈ വോയിസ് നമ്മൾ പൊക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നു. ഈ വോയിസ് എങ്ങനെയുണ്ട് പറയണം ഗൈസ്. ഈ വോയിസേ അയ്യോ അതോ നോർമൽ മതിയോ? നമ്മൾ പതപ്പിച്ചെടുക്കണു. കുറേ പതപ്പിക്കലുണ്ട് ഗൈസ്. അവ അവിടെ കിടന്ന് സീന് പോളി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഇപ്പോൾ വർക്കിങ്ങാണ്. വോയിസ് വർക്കിംഗ് അല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഈ നേരം കൊണ്ട് ഞാൻ അവനോട് പറഞ്ഞു പുറകെ മൊത്തം കാണിക്കാൻ. അപ്പം പുറകെ മൊത്തം കാണിക്കുന്നുണ്ട് ആൻസറിനുള്ള. ഓക്കെ, ഞാൻ വോയിസ് വർക്കല്ല. സ്കൂട്ടറിലിരിക്കുമ്പോൾ വണ്ടി പോകുമ്പോൾ ഈ സൗണ്ടില്ലേ, അതുകൊണ്ട് ഞങ്ങൾ അവനോട് പറഞ്ഞു ഇനി GS അടിച്ചിട്ട് ഓടിക്കുക. ചുമ്മാ ഒറ്റ കുടിക്കൽ ബേസ് കുടിച്ചോണ്ടിരിക്കണം. തെക്കം നോക്കിയിരിക്കുക. റെക്കോർഡിങ് എന്നാൽ പൊട്ടുന്ന ഓരോ ഓർമ്മയില്ല. കുടിച്ച് ക്ഷീണിച്ച് അങ്ങനെ ഉദ്ദേശിച്ച് കുടിച്ച് പൊളി സാധനം. ഇപ്പോൾ കണ്ടോ ഞാൻ കുടിച്ചുകൊണ്ടിരിക്കും. അവൻ അങ്ങോട്ടോ പോയി ക്യാമറ എടുക്കാൻ ഞാൻ പറഞ്ഞു. എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട്. എന്തായാലും കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പം അവൻ പറഞ്ഞു ഈ ചെക്കനെല്ലാം കൊണ്ടേ കളഞ്ഞു എന്നല്ല പറഞ്ഞ്. അങ്ങനെ ആയിരിക്കും, എനിക്കറിയത്തില്ല. അപ്പോൾ ഗൈസ് എന്നോട് ബാക്ക്ഗ്രൗണ്ട് എന്തോ കാണിക്കാൻ ഞാൻ പറയേണ്ടതായിരുന്നു. എവിടെയെന്തോ ഇപ്പോൾ പറയും ഞാൻ ബാക്ക്ഗ്രൗണ്ട് കാണിക്കാൻ. ഇപ്പം ബാക്ക്ഗ്രൗണ്ട് മൊത്തം ഓടി നടന്ന് കാണിക്കും. അല്ല ആൻസറിനുള്ളാന പൊളി സാധനം. ബാക്ക്ഗ്രൗണ്ട് മൊത്തം ചുറ്റിക്കാണെങ്കിൽ സൂം ചെയ്ത് കാണിക്കണ്ടല്ലോ. അതുവരെ മൈനോട്ട് കഴിഞ്ഞ് കാണിച്ചു. അപ്പം നിങ്ങൾ ആലോചിക്കണം ആൻസറിനാണ്. പിന്നെ ആൾക്കാരെല്ലാത്തോട് നോക്കണം. മൊത്തം മെസ്സേജ് എടുക്കുകയാണ്. അവരെ വിളിച്ചിട്ട് അതിലുണ്ടോ മൊത്തം മെസ്സേജ് എടുക്കുന്നു. അവിടെ കേൾക്കുന്ന ആൻസറിനൊന്നുമില്ല. ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ അവിടെ നല്ല ആൻസറിനുണ്ടല്ലോ. എവിടെ ഒരു ആൻസറിന് അവിടെ എന്തൊക്കെയോ പറഞ്ഞു.
ഗൈസ് നമ്മൾ ഔട്ടർ എടുക്കാൻ പോവാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അയ്യോ ഔട്ടർ അല്ല, നമ്മൾ ചുമ്മാ ആളടിച്ചെടുക്കുന്നുണ്ട്. ചിരിച്ച് അവൻ ചിരിച്ചതുകൊണ്ട് അവൻ ക്യാമറ ഓടിക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഔട്ടർ എടുക്കണമെങ്കിൽ ഒരു മിനിറ്റ് കൂടെ ചെയ്യാറുണ്ട്. തലയിൽ പിടിച്ചടിക്കുന്നുണ്ട്. ഞാനത് കുട്ടികളുടെ ക്ലാസ് അപ്പോൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. ഞാൻ തലകീലായി പറഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. റെക്കോർഡ് ചെയ്യുന്ന വോയിസ്. അപ്പോൾ എല്ലാ മനസ്സിലാക്കി ബൈക്ക് ചിലപ്പോൾ ഈ വീഡിയോ സാധിച്ചോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യാനൊന്നും ഞാൻ പറയത്തില്ല. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നതാണ് ഗൈസ്. നമ്മൾ കാണാൻ പോകണം. ക്യാമറ പിടിച്ചിട്ട് നമ്മൾ ഇവിടെ മൊത്തം വെള്ളം ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ. ഓക്കെ, ബൈ.